ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ IAS കറണ്ട് അഫയേഴ്സ് 2027 UPSCക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിൽ PIB സമ്മറിയാണ് കൂടുതലും നോക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ് കണ്ടപ്പോൾ തന്നെ യു ഹാവ് എൻ ഐഡിയ ഹൗ ദിസ് ക്ലാസ് വർക്ക്സ്. നമ്മളൊരു MCQ PIB ബേസ് ചെയ്തിട്ടുള്ള ഒരു MCQ എടുക്കും. MCQ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കും. സോ ദിസ് ഇസ് ദ ക്ലാസ് സെക്കൻഡ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ IAS ഫാക്ടർ ക്ലാസ്സസ്. നമ്മുടെ പുതിയ ചാനലാണ്. ആൻഡ് ഡെഫിനറ്റ്ലി PIB ഇസ് എ ഗോൾഡ് മൈൻ ഫോർ UPSC എന്താണെന്ന് നിങ്ങൾക്കറിയാം. You're learning with me, Arjun R. Shankar, and എന്തുകൊണ്ടാണ് PIB സമ്മറി ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് കണ്ടാൽ മനസ്സിലാവുന്നതാണ് നമ്മുടെ സോഴ്സസിൽ. സോ വീൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ടുഡേയ്സ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സും വേണമെങ്കിൽ ഒരു 1.5x നിങ്ങൾക്ക് കണ്ടു നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് ശേഷം നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ സോഴ്സ് റിവീൽ ചെയ്യും, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ സെഷൻ വിൽ ഹാവ് എ മെയിൻസ് ക്വസ്റ്റ്യൻ വിച്ച് യു ക്യാൻ ഫ്രീലി സ്റ്റാർട്ട് റൈറ്റിംഗ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോ ഹിയർ വി ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇലക്ട്രോണിക് സിഗരറ്റ്സ് ഇൻ ഇന്ത്യ. ഈ സിഗരറ്റ്സ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇ സിഗരറ്റ്സ്, ഇന്ത്യ റെഗുലേറ്റ്സ് ദ സെയിൽ ഓഫ് ഇ സിഗരറ്റ്സ് ബൈ പെർമിറ്റിംഗ് ഇറ്റ് ഓൺലി ടു പേഴ്സൺസ് എബവ് 18 years ഓഫ് ഏജ്. അങ്ങനെയാണോ നമ്മൾ ഇ സിഗരറ്റ്സ് കൊടുക്കുന്നതെന്നുള്ളത് ഒരു കാൽക്കുലേഷൻ നോക്കണം. Statutory prohibition applies only to nicotine-containing electronic cigarettes and not to devices. Flavored aerosols ഉള്ളതിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊഹിബിഷൻ വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം എന്നാണ് ഇ സിഗരറ്റ്സിൻ്റെ നിയമം പറയുന്നത്. ഇന്ത്യ പ്രൊഹിബിറ്റ്സ് ദ പ്രൊഡക്ഷൻ, ഇമ്പോർട്ട്, ട്രാൻസ്പോർട്ട്, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് സിഗരറ്റ്സ്. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇത് ബാൻ ചെയ്തിരിക്കുകയാണോ അതോ ഇങ്ങനെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ കൺഫ്യൂസിംഗ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരി, ഏതെങ്കിലും തെറ്റായിരിക്കും. ടിപ്പിക്കൽ UPSC ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഇസ് ദി ആൻസർ? യു ക്യാൻ ഗോ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഓൺലി 3 ഇസ് കറക്റ്റ്, ബിക്കോസ് ഇന്ത്യ ഇ സിഗരറ്റ്സിന്റെ നിയമത്തിന്റെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ കംപ്ലീറ്റ്ലി ഇ സിഗരറ്റ്സ് ബാൻ ചെയ്തിരിക്കുകയാണ്. അത് നമ്മളിന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 years എബോ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒരു ഏജ് സ്പെസിഫിക് ആയിട്ടല്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് അക്കോർഡിംഗ് ടു ദാറ്റ്. ആൻഡ് നിക്കോട്ടിൻ ആണോ അങ്ങനെയാണോ എന്നൊന്നും അല്ല. എന്ത് ഇ സിഗരറ്റ് ആണെങ്കിലും ഇന്ത്യയിൽ ബാൻഡ് ആണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ് വിച്ച് ടെൽസ് us. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളതുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇന്ത്യ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഇലക്ട്രോണിക് സിഗരറ്റ് എന്ന് പറയുന്നത് ഈ എൻസ് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോണിക് നിക്കോട്ടിൻ ഡെലിവറി സിസ്റ്റം ആണ് എൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സിമിലർ ഡിവൈസ് എല്ലാം ബാൻഡാണ്. അങ്ങനെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ദർ ഇസ് നോ സച്ച് എക്സെപ്ഷൻസ് റിഗാർഡിംഗ് ദിസ്, വിച്ച് ഇസ് വെരി ക്ലിയർ. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നടന്ന ഒരുപാട് ഇ സിഗരറ്റ്സിൻ്റെ റെയ്ഡിൽ ഒരുപാട് റെയ്ഡ് ഗവൺമെന്റ് പല സ്ഥലത്തും നടത്തിയതിനു ശേഷമാണ് PIBയിൽ ഇങ്ങനെ ഇ സിഗരറ്റ്സിനെ കുറിച്ച് മെൻഷൻ വന്നത്. സോ UPSCയുടെ ഒരു നേച്ചർ വെച്ചിട്ട് വി went deep and found out all the important aspects in this. ഇനി ഇ സിഗരറ്റ്സ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരുപാട് ഹാബിറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നിക്കോട്ടിൻ ഇല്ലാതെ തന്നെ ഈ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ഒരു സെൻസേഷൻ കിട്ടുകയും ചെയ്യുമെന്ന അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ഇ സിഗരറ്റ്സ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയത്. പക്ഷേ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്ന വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ ഇല്ലെങ്കിൽ പോലും ഇതിന് അകത്ത സ്മോക്കിൻ്റെ ആസ്പെക്ട്സ് ഉണ്ട്. അത് പിന്നീട് പോയിട്ട് വേറെ കുറേ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. യു ക്യാൻ കട്ട് ഡൗൺ നിക്കോട്ടിൻ, ബട്ട് ദി അതർ ഇമ്പാക്ട്, ദ ഹെൽത്ത് ഇമ്പാക്ട്സ് ആർ ഹ്യൂജ്. അതുകൊണ്ട് അത്ര നല്ലതല്ല എന്നും ഈ സിഗരറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ബേസിക് സിഗരറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ബാറ്ററി പവർ ഡിവൈസ് ആണ്. പോയിന്റ് നമ്പർ 1. ഇതൊക്കെ പ്രിലിംസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ്സ് നോട്ട് മിയർലി വാട്ടർ വേപ്പർ. അതൊരു എയറോസോളിനെ ഹീറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. സോ പലപ്പോഴും ലിക്വിഡ് എന്ന് പറയുന്നത് നിക്കോട്ടിൻ ഈ സിഗരറ്റ്സിൽ പലപ്പോഴും ഇല്ല. സാധാരണ ഫ്ലേവേഴ്സ് ആണ്. ഇപ്പോൾ പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ഉണ്ട്, വെജിറ്റബിൾ ഗ്ലിസറിൻ ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ഒരുപാട് കെമിക്കൽസ് ആൻഡ് അതർ അഡിറ്റീവ്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. ആൻഡ് ഇതിനെ ഏറ്റവും കൂടുതൽ മറ്റ് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇത് ഹാംഫുൾ ആണെന്ന് ചോദിച്ചാൽ ഇതിന് ബാക്കിയുള്ള മെറ്റീരിയൽസ്, ഹെവി മെറ്റൽ, നിക്കൽ, ടിൻ, ലെഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് പിന്നീട്
ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്ര നല്ലതല്ല എന്നും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സോ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇനാക്റ്റഡ് ദ പ്രൊഹിബിഷൻ ഓഫ് ഇലക്ട്രോണിക് സിഗരറ്റ്സ് പ്രൊഡക്ഷൻ, മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യാൻ പാടില്ല. പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല, സെയിൽ ചെയ്യാൻ പാടില്ല, നമ്മൾ സെല്ല് ചെയ്യാൻ പാടില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല, എവിടെയും വെക്കാനും പറ്റില്ല, അഡ്വർടൈസ് ചെയ്യാനും പറ്റില്ല. പ്രസിഡൻഷ്യൽ അസെന്റ് ആണ് 2019 ഇതിന് കിട്ടിയത്. പക്ഷെ എന്നാലും ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാം അതിൽ അഡ്വർടൈസ്മെന്റ്സ് പോലും ദാറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. വെബ്സൈറ്റ്സിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും. പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു ക്ലോസ് വ്യത്യാസമുണ്ട്. കുറേ ആയുർവേദിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്മോക്ക് ഇത് അപ്രൂവ്ഡ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ അത് ഇ സിഗരറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ആയുർവേദിക് ആയിട്ട് കുറേ സ്മോക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ബാൻഡ് അല്ല. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി നോട്ടഡ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് കോൾഡ് കോട്ട്പ 2003. സോ വാട്ട് ഇസ് കോട്ട്പ? കോട്ട്പ എന്ന് പറയുന്നത് തന്നെ ടൊബാക്കോന്റെ സെയില് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 100 യാർഡ്സിൽ പാടില്ല, സപ്ലൈ പാടില്ല, ടൊബാക്കോ ബാൻ ചെയ്യണം, സിഗരറ്റ് സ്മോക്കിംഗ് പാടില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് കോട്ട്പ എന്ന് പറയുന്നത്. ടൊബാക്കോ പ്രൊഡക്ട്സിനെ നിയന്ത്രിക്കുന്നതാണ് കോട്ട്പ. അതായത് അഡ്വർടൈസിങ് റെസ്ട്രിക്ഷൻ, പബ്ലിക് സ്മോക്കിംഗ്, മൈനേഴ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് വിൽക്കാൻ പാടില്ല, കടകളിൽ സിഗരറ്റ്സ് കൊടുക്കാൻ പാടില്ല, ഇതെല്ലാം കോട്ട്പ. പ്ലീസ് റിമെമ്പർ, ഇതിന്റെ ഭാഗമാണ്. സോ കോട്ട്പ എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇ സിഗരറ്റ്സ് ബാൻ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 അകത്ത് ലൈസൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയല്ല. സോ എനിത്തിങ് ദാറ്റ് ഈസ് അണ്ടർ ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് ക്യാൻ ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി എന്ന് പറയുന്ന ഒരു ക്ലോസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോട്ട്പ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ട് ഈ കാണുന്നത്. പബ്ലിക്കിൽ സ്മോക്കിംഗ് പാടില്ല, ടൊബാക്കോന്റെ അഡ്വർടൈസ്മെന്റ്സ് പാടില്ല, 100 യാർഡ്സ് സ്കൂളിൽ നിന്ന് മാറിയായിരിക്കണം, കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, മാക്സിമം ഈ പിക്ടോറിയൽ ഹെൽത്ത് വാർണിംഗ്സും പിക്ചേഴ്സ് ഒക്കെ പടത്തിൽ കാണണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോട്ട്പ എന്ന് പറയുന്ന സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് എന്ന് പറയുന്ന സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് ആണ് കോട്ട്പ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് ഡു റിമെമ്പർ അബൌട്ട് കോട്ട്പ 2. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് എ മെയിൻസ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ആൻഡ് വിൽ ഗെറ്റ് എ മെയിൻസ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ചിന്തിച്ച് ആലോചിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ഷുഡ് ഗൈഡ് പോളിസി റെസ്പോൺസ് ടു നോവൽ പ്രൊഡക്ട്സ് ഹൂസ് ലോങ് ടേം ഹെൽത്ത് എഫക്ട്സ് റിമെയിൻ അൺസർട്ടൻ. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ? ഈ ചില നോവൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും അതിന്റെ ലോങ് ടേം എഫക്ട്സ് ഇപ്പോൾ ഇ സിഗരറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ഐഡിയ ഇറ്റ്സ് എ വെരി നോവൽ കോൺസെപ്റ്റ്. കാരണം ടൊബാക്കോ ഒന്നും ഇല്ലാതെ അഡിക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ആണ്. ബട്ട് ദർ ഈസ് ഓൾവേസ് എ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആൻഡ് വി ഷുഡ് ബി ഗൈഡഡ് ബൈ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. ആൻഡ് ആർ വി സർട്ടൺ അബൌട്ട് ദ ലോങ് ടേം ഹെൽത്ത് ഇമ്പാക്ട്സ് ഓഫ് ദിസ്? അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ്. ഈ സിഗരറ്റ്സിന്റെ കോണ്ടെക്സ്റ്റിൽ എഴുതുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. സോ ട്രൈ റൈറ്റിംഗ് ദിസ് ആൻസർ, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഹിയർ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഫ്രം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യൂണിയൻ ടാക്സ് റവന്യൂ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ടാക്സ് ഡെവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് UPSC പല പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യൂണിയൻ ടാക്സ് റവന്യൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണുന്ന പോലെ യൂണിയനിലെടുത്ത സംഭവങ്ങൾ മറ്റ് സ്റ്റേറ്റ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പല പല സ്റ്റേറ്റ്സിന് നമ്മൾ ടാക്സ് ഡിവിസിബിൾ പൂൾ ടാക്സ് നമ്മൾ കളക്ട് ചെയ്ത് യൂണിയൻ ടാക്സ് കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു വീതം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യമാണ്, സർചാർജസ് ലെവീഡ് ബൈ യൂണിയൻ അണ്ടർ ആർട്ടിക്കിൾ 271 and cesses, surcharges and cesses imposed for specific purpose form the part of the divisible pool under article 270. അപ്പോൾ സെൻട്രൽ മൊത്തം നമുക്ക് യൂണിയനിൽ കളക്ട് ചെയ്ത് കിട്ടുന്ന ഒരു ടാക്സ് ഉണ്ട്. ഇങ്ങനെ കുറേ ടാക്സുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടാക്സ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അതിനകത്ത് സർചാർജും സെസ്സും കൂട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ഇന്റർസ്റ്റേറ്റ് സപ്ലൈസിൽ ഇന്റർസ്റ്റേറ്റിനുള്ള സപ്ലൈസിന് 269A വെച്ചിട്ട് അത് യൂണിയനും സ്റ്റേറ്റ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒബ്വിയസ്ലി ദിസ് ബിക്കംസ് ദി IGST.
ഇത് നമുക്ക് IGST ആയി മാറുന്നുണ്ട്. ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താന്ന് വെച്ചാൽ രണ്ടും തെറ്റാണ്. ബിക്കോസ് ഓബ്വിയസ്ലി എന്തുകൊണ്ട് തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർചാർജും സെസ്സും ഡിവിസിബിൾ പൂളിൽ വരുന്നില്ല. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത ഒരു പൂൾ ഉണ്ടാക്കി, സെൻറ്റർ ഒരു പൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സർചാർജും സെസ്സും ഇല്ല. ഇതും കറക്റ്റാണ്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈസിൽ GST ലെവി ചെയ്യുന്നു, IGST ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ്സ് ആക്ച്വലി ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ വിച്ച് ഡിസൈഡ്സ് ഇത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. സോ അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത്. ഇറ്റ് ഇസ് ഡിസൈഡഡ് ബൈ ദ പാർലമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ GST കൗൺസിൽ ആണ്. ഫിനാൻസ് കമ്മീഷന് യാതൊരു റോളും ഇല്ല. സോ ആർട്ടിക്കിൾ 270 അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് ആക്ച്വലി ദി IGST. ഇറ്റ് ഇസ് ലെവീഡ് അക്കോർഡിംഗ് ടു ദ പാർലമെന്റ്. ആൻഡ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് അണ്ടർ ഇതിനകത്ത് സർചാർജസ്, സെസ് ഇതൊന്നും ടോട്ടൽ ഡിവിസിബിൾ പൂളിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 270 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 270 പറയുന്നുണ്ട് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് യൂണിയൻ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഇസ് കോൾഡ് ദ ഷെയറബിൾ എമൗണ്ട് ഇസ് കോൾഡ് ഡിവിസിബിൾ പൂൾ. നമ്മൾ എന്താണോ സ്റ്റേറ്റുകൾക്ക് കൊടുക്കേണ്ടത് ആ ഡിവിസിബിൾ പൂളിൽ സർചാർജും സെസ്സും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ക്ലോസ് ക്ലിയർ ആയിട്ട് വെച്ചോളൂ. എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ PIB തന്നെ ടാക്സ് ഡെവല്യൂഷൻ 1 ലക്ഷം കോടിയോളം സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന PIB ആർട്ടിക്കിൾ ഇതിനകത്തുണ്ട്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽഡ് എത്രയാണ് കൊടുക്കുന്നത്, ഇന്ന ദിവസം ഇത്ര കൊടുക്കും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും വളരെ ക്ലീൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് നമുക്ക് വരുന്നത്. സോ ഇതിന്ന് വളരെ ഒരു സിമ്പിൾ ലോജിക്ക് നമ്മൾ ഡ്രോ ചെയ്യേണ്ടത് നമുക്ക് ഒരു ലോജിക്ക് ഡ്രോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 1 lakh crore 28 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഈ കൂട്ടത്തിൽ 2597 കോടി രൂപ ഗവൺമെന്റിന്, കേരള ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ ലോൺ, ഇറ്റ് ഈസ് നോട്ട് എ സ്പെഷ്യൽ ഗ്രാൻഡ് ഓർ എ പൊളിറ്റിക്കൽ ഫേവർ, ഇറ്റ് ഈസ് എൻ ഏർലി റിലീസ് ഓഫ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണലി ഷെയർ. അപ്പോൾ ഒബ്വിയസ്ലി മനസ്സിലാക്കിയാൽ മതി, നമുക്കിവിടെ പടം സെൻറ്റർ എന്ന് പറയുന്ന പോലെ താഴേക്ക് വരുന്ന സമയത്ത് കുറേ സ്റ്റേറ്റുകൾ ഇങ്ങനെ സൈഡിലുണ്ട്. 1 2 3 4 5 6. അപ്പോൾ ഇത്തരം സ്റ്റേറ്റുകൾക്ക് 1 സെക്കൻഡ് അടുത്ത ഓക്കെ ഈ ക്രൈറ്റീരിയ ഒന്ന് ജസ്റ്റ് ലെറ്റ് മീ ഗോ ബാക്ക് ആൻഡ് എക്സ്പ്ലെയിൻ ദിസ്. പടം ഒന്ന് മാറിപ്പോയതാണ്. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ താഴേക്ക് കൊടുക്കുന്നതിൽ ഇതൊരു ലോൺ ഒന്നും അല്ല എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് സ്പെസിഫൈഡ് ഷെയർ ഓഫ് ദ യൂണിയൻസ് നെറ്റ്, മുകളിൽ നിന്നും കൃത്യമായിട്ട് താഴേക്കുള്ള ഒരുപാട് സ്റ്റേറ്റ്സിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഫിനാൻസ് കമ്മീഷനാണ് ഇത് തീരുമാനിക്കുന്നത്. സോ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്, ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, സെൻട്രൽ GST റിലേറ്റഡ് റവന്യൂ ഒരുപാട് കളക്ട് ചെയ്യുന്നുണ്ട്. സെൻറ്ററിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡിഫൻസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അതുപോലെ സ്റ്റേറ്റ്സിനും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മിസ്മാച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടാക്സ് ഡെവല്യൂഷൻ കൊണ്ടുവന്ന് ഷെയർ കൊടുക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് 280 ഓർത്ത് വെക്കുക. പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ഫിനാൻഷ്യൽ കമ്മീഷൻ. ദ കമ്മീഷൻ ആസ് എ ചെയർമാൻ ആൻഡ് 4 other members. അത് ഓർത്ത് വെക്കുക. ഇത്തരം പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക. ഇനി വെർട്ടിക്കൽ ഡെവല്യൂഷൻ, ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഇങ്ങനെ. നെറ്റ് പ്രൊസീഡ്സ് യൂണിയനും സ്റ്റേറ്റ്സും തമ്മിൽ കൊടുക്കുന്നതിനെയാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, മുകളിൽ നിന്നും താഴേക്ക് വരുന്നു. അലോക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ഇവിടെ സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3, സ്റ്റേറ്റ് 4, സ്റ്റേറ്റ് 5 ഇങ്ങനെ പല സ്റ്റേറ്റുകൾക്കും ഇവർക്ക് എന്ത് കൊടുക്കും എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്. മുകളിൽ നിന്നും സെൻറ്റർ തരുന്നു, സ്റ്റേറ്റ് അത് എങ്ങനെ വീതിച്ചെടുക്കുന്നു എന്നുള്ളത് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അപ്പോൾ ഇതാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രധാന ആസ്പെക്ട് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട 279 കുറച്ച് ആർട്ടിക്കിളുകൾ ഇതിൽ നോക്കി വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 279 പറയുന്നത് നെറ്റ് പ്രൊസീഡ് എന്താണെന്നൊരു ചോദ്യമുണ്ട്. ടാക്സ് റെസീപ്റ്റ് മൈനസ് ദ കോസ്റ്റ് ഓഫ് കളക്ഷൻ. എന്താണോ ടാക്സ് റെസീപ്റ്റ്, നെറ്റ് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ടാക്സ് എത്രത്തോളം കളക്ട് ചെയ്തിട്ടുണ്ട് മൈനസ് ദ കോസ്റ്റ് ഓഫ് കളക്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൺട്രോളർ CAG ആണ് ആ ഫിഗർ സർട്ടിഫൈ ചെയ്യുന്നത്. ആ ഫിഗർ ആണ് ഫൈനൽ. വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ 279. നെറ്റ് പ്രൊസീഡ് എന്ന് പറയുമ്പം കളക്ട് ചെയ്ത് കിട്ടുന്നതും ആ റെസീപ്റ്റ്, ടാക്സ് റെസീപ്റ്റ്
മൈനസ് ദ കോസ്റ്റ് ഓഫ് കളക്ഷൻ. ആ കോസ്റ്റ് ഓഫ് കളക്ഷൻ മൈനസ് ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. സർചാർജ് എടുക്കുന്നില്ല. ദേ ആർ നോട്ട് ഷെയറബിൾ വിത്ത് ദ സ്റ്റേറ്റ്സ് 271 പറയുന്നുണ്ട്. ചില സമയം ഗ്രാന്റ് നീഡ് ഉണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് നിന്ന് എടുക്കുന്നതാണ്. സ്പെഷ്യൽ ഗ്രാൻസ് ഉണ്ട്. ട്രൈബൽ വെൽഫെയറിനോ സ്പെഷ്യൽ ഏരിയാസിനോ ഷെഡ്യൂൾഡ് ഏരിയാസിനോ ഗ്രാന്റ് നീഡ് കൊടുക്കാറുണ്ട് 275 വെച്ചിട്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി ഗ്രാന്റ് എന്ന് പറഞ്ഞ സംഭവം 282 ഉണ്ട്. എന്തെങ്കിലും ഒരു പബ്ലിക് പർപ്പസിനോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഫീൽഡിന് ഔട്ട്സൈഡ് ഉള്ള സംഭവത്തിൽ ഒരു ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പേസ് ആണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന് വേണമെങ്കിൽ ഡിസ്ക്രിഷണറി ഗ്രാന്റ് കൊടുക്കാം. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട് ഫോർ സെൻട്രലി CSSന് വേണ്ടി കൊടുക്കുന്നതാണ് അത് ഗ്രാന്റ് നീഡ്. ഇനി വേണമെങ്കിൽ സ്റ്റേറ്റിന് ബോറോ ചെയ്യാം, കടം വാങ്ങിക്കാം. 293 സ്റ്റേറ്റ് കടപ്പെട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ റിക്വയർസ് യൂണിയൻ കൺസെന്റ് ടു റേസ് ഫർദർ ബോറോയിങ്. ഓൾറെഡി കടം വാങ്ങിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എക്സ്ട്രാ ബോറോ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരുപാട് ആസ്പെക്റ്റും കൂടെ ഇതിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കണം. സോ അതുകൊണ്ടാണ് 279, 271, 271, 275, 279, 282, 293 എന്ന് പറയുന്ന സെക്ഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ആൻഡ് ഇതാണ് കഴിഞ്ഞ 2-3 വർഷം മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 2026-31 എന്ന് പറയുന്ന 16th ഫിനാൻസ് കമ്മീഷനിൽ സ്റ്റേറ്റിന്റെ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് 41%. എന്ന് പറഞ്ഞാൽ 41% മുഴുവൻ കിട്ടുന്നല്ല. സെസ്, സർചാർജ്, സം അതർ ഐറ്റംസ് എന്ന് പറയുന്നത് ഡിവിസിബിൾ പൂളിന്റെ പുറത്താണ്. സോ 41% ടോട്ടൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് കിട്ടുന്നല്ല, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മൈനസ് ചെയ്യും. സോ യൂണിയന് 59%, സ്റ്റേറ്റ്സിന് 41% ഓർത്ത് വെക്കുക. അപ്പൊ എന്താ ഇനി ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ? എക്സ്, വൈ, സെഡ്, എ, ബി, സി എന്ന് പറയുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ട്. ഇത് ഹൊറിസോണ്ടലി എക്സിന് എത്ര കൊടുക്കും, വൈന് എത്ര കൊടുക്കും, എക്കും ബിക്കും സിക്കും എത്ര കൊടുക്കും എന്ന് തീരുമാനിക്കുന്ന ഡെവല്യൂഷൻ ക്രൈറ്റീരിയയിൽ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റിന്റെ GDP നോക്കും, അവിടുത്തെ സെൻസസ് നോക്കും, അവിടുത്തെ ഡെമോഗ്രാഫി നോക്കും, അവിടുത്തെ ഏരിയ, ഫോറസ്റ്റ്, GDPയുടെ കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് സ്റ്റേറ്റിന്റെ പെർ ക്യാപിറ്റ GSDP ആണ്. വിത്ത് ലോവർ ഫിസിക്കൽ കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റുകൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്. അതുപോലെ പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ചിട്ട് പല കാര്യങ്ങൾ. അപ്പോൾ GSDP ആണ് ഏറ്റവും കൂടുതൽ, സ്റ്റേറ്റിന്റെ പെർ ക്യാപിറ്റ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിന് വെയിറ്റേജ് ഉള്ളത്. അങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഏത് സ്റ്റേറ്റിന് എന്ത് കിട്ടും എന്നുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിറ്റി ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പഠിപ്പിച്ചത്. സോ ഇത് ഇവിടെ തന്നെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. Now let's go to the main question. Assess whether India's transfer system adequately addresses the needs of poorer, geographically difficult and disaster-prone states. അപ്പോൾ ഇന്ത്യയുടെ ട്രാൻസ്ഫർ സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ദ വെർട്ടിക്കൽ ഡെവല്യൂഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ആൻഡ് ടോട്ടൽ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫിനാൻസ് കമ്മീഷൻ മൊത്തത്തിൽ ഇസ് ഇറ്റ് അഡിക്വേറ്റ്ലി അഡ്രസ്സിങ് പാവപ്പെട്ട പൂറർ സ്റ്റേറ്റ്സിൻ്റെയും ജോഗ്രഫിക്കലി ഡിസാസ്റ്ററും എല്ലാം സംഭവിക്കുന്ന സ്റ്റേറ്റ്സിനെ വേണ്ടത്ര എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് ആക്ച്വലി സത്യം പറഞ്ഞാൽ യു നീഡ് ടു റൈറ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സും വാല്യൂ ഒക്കെ വെച്ച് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ വെരി ഗുഡ് ആൻസർ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ആൻസർ ചെറുതായിട്ട് കണ്ടു എന്ന് തോന്നുന്നു, കുഴപ്പമില്ല. 2 ക്വസ്റ്റൻ ഉണ്ട് ഇതിനകത്ത്. 2 ക്വസ്റ്റൻ 2 ഏരിയ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഐ ഗോട്ട് 2 ക്വസ്റ്റ്യൻസ് ഹിയർ. വിത്ത് റെഫറൻസ് ടു മേരാ യുവ ഭാരത് ഓർ മൈ ഭാരത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദീസ് ആർ ടിപ്പിക്കൽ UPSC ക്വസ്റ്റ്യൻസ്. നമുക്ക് പലപ്പോഴും സ്കീം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് പലപ്പോഴും കവരാറുണ്ട്. സോ മേരാ യുവ ഭാരത്, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് ഈവൻ ഹേർഡ് അബൌട്ട് ദിസ്. My Bharat is an autonomous body under the Department of Youth Affairs, Ministry of Youth Affairs and Sports. അത് ആണെന്നുള്ളതാണ്. It is meant exclusively for youth in the age group of 18 to 29 and does not cover school going students നെ കവർ ചെയ്യുന്നില്ല. 18 തൊട്ടേ എടുക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഒരു കോളേജിലേക്ക് മുകളിലേക്കുള്ള ആൾക്കാരെ എടുക്കുന്നുള്ളൂ. ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി എന്ന് പറയുന്നത്? സോ എത്ര പേര് മേരാ യുവ ഭാരത് കേട്ടിട്ടുണ്ട്? സോ ഓൾ ദി ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഇത് കറക്റ്റ് ആണ്. മൈ ഭാരത് ഓട്ടോണമസ് ബോഡിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂത്ത് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. വോളണ്ടറിലി പല പരിപാടികളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോഡി. നമുക്കതിനൊരു ഇതാണ് മൈ ഭാരത്, മേരാ യുവ ഭാരത്. ഇത് 18 to 29 അല്ല ആക്ച്വലി. സ്കൂൾ കുട്ടികൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. സോ ഇതാണ് മേരാ യുവ ഭാരത് എന്ന് പറയുന്നത്. ഒരു നാഷണൽ പ്ലാറ്റ്ഫോം ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂത്ത്. ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. കണ്ടോ, വോളണ്ടിയറിംഗ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ പല ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് ഭാഗമാകാം. ഓർഗനൈസേഷൻസിൽ പങ്കെടുക്കാം, ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാക്കാം.
സോ 15 മുതൽ 29 വയസ്സ് വരെയാണ് കൊടുത്തിരിക്കുന്നത്. സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് എന്തിനാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മേരാ യുവ ഭാരത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2 ക്വസ്റ്റ്യനും എന്തുകൊണ്ടാണ് ചോദിച്ചതെന്നുള്ള സോഴ്സ് റിവീൽ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പ്രോജക്ട് സാരഥി, a typical UPSC സ്കീം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് പ്രോജക്ട് സാരഥി. എത്ര പേർക്ക് ശരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ന്യൂസിൽ നിന്നും വരുന്നുണ്ട്. PIBയിൽ അത്ര, അതുകൊണ്ടാണ് I usually say it's the gold mine. Project Saarathi. It uses trained youth volunteers to provide non-clinical assistance such as hospital navigation, support, diagnostic service കൊടുക്കുന്ന ഒരു സർവീസാണ്. Its expansion is being considered because it can improve patient convenience, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഹെൽത്ത് കെയർ കാര്യങ്ങളിൽ നോക്കാനും ഹോസ്പിറ്റലിൽ മറ്റ് കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയാണ് പ്രോജക്ട് സാരഥി വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? സോ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 സ്റ്റേറ്റ്മെന്റ്സും ശരി തന്നെയാണ്. ഇത് തന്നെയാണ് പ്രോജക്ട് സാരഥി എന്ന് പറയുന്നത്. സോ യു ക്യാൻ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇനി നമുക്ക് സോഴ്സ് റിവീൽ ചെയ്യാം. ഹെൽത്ത് മിനിസ്റ്റർ JP Nadda chairs സാരഥി അക്രോസ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രൊജക്ട് സാരഥി ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പ്രൊജക്ട് സാരഥി എന്നുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ഹോസ്പിറ്റൽ, ഇതും അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സാണ്. ഒരു ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ റഷ് കാണാൻ പറ്റും. സോ ഹോസ്പിറ്റൽ ഒന്നില്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, നഴ്സസ് ഉണ്ടാവും. ഈ വരുന്ന ആൾക്കാരെ ഒന്നും ഗൈഡ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും, ഇന്ന സ്ഥലത്ത് ബില്ല് ചെയ്യണം, ഇന്ന ഫോം ഫില്ല് ചെയ്യണം, ഇന്ന ടിക്കറ്റിംഗ് അവിടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊന്നും people have no idea and there is no such service. അതുകൊണ്ടാണ് ചണ്ഡീഗഡിൽ we did a pilot project so that we created a young group of people to help the people and manage the rush. ഇവിടുത്തെ റഷ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് അത് മെയിൻലി ഇത് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രൊജക്ട് സാരഥി എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് വാർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, വീൽ ചെയർ, സ്ട്രെച്ചർ, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഒക്കെ വളരെ തിരക്കാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഫോം ഫില്ല് ചെയ്യാനും വേണ്ടിയുള്ള കാര്യങ്ങളും അത്തരം സപ്പോർട്ടിന് വേണ്ടിയാണ് പ്രൊജക്ട് സാരഥി വരുന്നത്. സോ തിങ്ക് ഓഫ് ഇറ്റ് ആസ് പ്രൊജക്ട് സാരഥി. അതാണ് ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇതിലും പറയുന്നത്. ഇതിനകത്തൊരു FAQയിലുള്ള സാധനമാണ്. ഇതിനകത്ത് FAQ ഉണ്ടായില്ല. FAQയിൽ പറയുന്നതാണ് പ്രൊജക്ട് സാരഥി ഇവിടെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഗിവ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ബട്ട് ദേ ഡു തിങ്സ് ലൈക്ക് ലാബ് കാണിച്ചു തരാം, വീൽ ചെയർ കാണിച്ചു തരാം, പേപ്പർ വർക്ക് ചെയ്യുക, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ എന്താണ് പ്രൊജക്ട് സാരഥി എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് എന്താണ് പ്രൊജക്ട് സാരഥി എന്ന് പറയുന്നത്. ഇവരെല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കും. സോ ഐ തിങ്ക് അപ്പോൾ ഇത് വോളണ്ടിയർ ബേസ്ഡ് പ്രോഗ്രാം ആണ്. ഇവർക്ക് ശമ്പളമൊന്നുമില്ല, വോളണ്ടിയർ ബേസ്ഡ് ആണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സോ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൈ ഭാരത് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാകാം. ചണ്ഡീഗഡിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടു. ഇപ്പോൾ എയിംസിലും സഫ്ദർജംഗിലും ലേഡി ഹാർഡൻജിലും RMLലും ഒക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ യൂണിവേഴ്സൽ ആയിട്ടില്ല, പക്ഷേ ദിസ് ഇസ് എ വെരി ഗുഡ് പ്രോഗ്രാം. ഇത് ഡിജിറ്റൽ അറ്റൻഡൻസ് ഉണ്ട്. ഇതിനകത്ത് വോളണ്ടിയേഴ്സിനെ ട്രാക്ക് ചെയ്യാം, പേഷ്യൻറ്റ് ഫീഡ്ബാക്ക് എല്ലാം എടുക്കാൻ പറ്റും. ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ഗുഡ് സജഷൻ ഫോർ ദി എൻറ്റയർ കൺട്രി. ഐ തിങ്ക് വോട്ട് ഡു യു തിങ്ക്? യു ഷുഡ് ആക്ച്വലി തിങ്ക്. സോ മെയിൻസ് ക്വസ്റ്റൻ എടുക്കാം. Can digital tools, volunteers and frontline health workers together improve patient journey in public healthcare institution? Discuss. സിമ്പിൾ ക്വസ്റ്റൻ ആണെങ്കിലും അത്ര എളുപ്പമല്ല. ശരിക്കും ഡിജിറ്റൽ ടൂൾസും വോളണ്ടിയേഴ്സും ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സും കാര്യങ്ങൾ ബെറ്റർ ആക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആസ്പെക്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഹിയർ വി ഗോ. അടുത്തത് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. With reference to State Disaster Response Force or SDRF and State Disaster Response Fund SDRF consider. ശരിക്കും ഈ SDRFും NDRF എന്ന് പറയുമ്പോൾ SDRF 2 ഉണ്ട്. ഒന്ന് ഫോഴ്സും ഒന്ന് ഫണ്ടും. ബാക്കി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്നുള്ളത് സെയിം ആണ്. ഒന്ന് ഫോഴ്സും ഒന്ന് ഫണ്ടും. ഇത് രണ്ടും 2 അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ സെക്ഷൻ 44A was inserted through the Disaster Management Act 2025. State government to constitute a state disaster response force through a gazette notification to a disaster or threatening situation. ഇങ്ങനെ ഒരു സംഭവം വേണം എന്നാണ് പറയുന്നത്.
ആൻഡ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 44A അനുസരിച്ചിട്ട് സെയിം ആക്ട് വഴി ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ ഫോഴ്സിനെ മേയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എവറി സ്റ്റേറ്റ് ഇസ് മാൻഡേറ്ററിലി റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് SDRF അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ ശരിയാണെന്ന് തോന്നുമെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അങ്ങനെ എല്ലാ സ്റ്റേറ്റിനും മാൻഡേറ്ററി അല്ല, പക്ഷെ ഉണ്ടാക്കണം എന്നുണ്ട്. സോ ഓൺലി വൺ ആണ് കറക്റ്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിനു വേണ്ടി അല്ല അത് ഉണ്ടാക്കിയത്. ആൻഡ് മാൻഡേറ്ററി എന്ന് പറയുന്ന ആ പോർഷൻ തെറ്റാണ്. സോ ദിസ് ഇസ് ഓൺലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ കേരളത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വെനെവർ ദർ ഇസ് എ കലാമിറ്റി, ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും SDRFും വരാറുണ്ട്. സോ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് സെക്ഷൻ 48(1) ഓഫ് ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ്. 2005 ആക്ട് അനുസരിച്ച് സെക്ഷൻ 48 SDRF പറയുന്നുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് കൊടുക്കുന്നുണ്ട്. 44A അനുസരിച്ചിട്ട് ഫോഴ്സും ഫണ്ടും വേണം എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സംഭവം വേണമെന്ന് പറയുന്നുണ്ട് 44. സോ സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത്. ഇത് കമ്പൽസറി അല്ല. ഇറ്റ്സ് നോട്ട് കമ്പൽസറിലി, ഇറ്റ് മേ കോൺസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. സോ അവിടെ ഒരു കീ വാല്യൂ അവിടെ ഉണ്ട്. എവിടെ നിന്നാണ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ഇത്രയും രൂപ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയാസിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നരേന്ദ്രമോദിയുടെ ഇതിൽ SDRFന് ഇത്രയും കൊടുത്തു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയുന്ന സോഴ്സ്. നിങ്ങൾ SDRFിൻ്റെ യൂണിഫോം കണ്ടിട്ടുണ്ടാവും. സോ SDRF എന്ന് പറയുന്നത് ഒരു ഫോഴ്സും ഫണ്ടും ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഡിസാസ്റ്റർ ഫോഴ്സും ട്രെയിൻഡ് പേഴ്സണൽ ഫോഴ്സാണ്. പൂൾ ഓഫ് മണിയാണ്. രണ്ടിലും വ്യത്യാസമുണ്ട്. ഫോഴ്സും ഫണ്ടും രണ്ടാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 44A നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗസറ്റ് ത്രൂ കൊണ്ടുവരണമെന്ന് ക്വസ്റ്റ്യൻ കണ്ടു. മേ കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി, എനേബിളിംഗ് പ്രൊവിഷൻ അല്ല. അത് മേ കോൺസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് എന്താണ് സ്റ്റേറ്റ് ആണ് SDRFന് സംഭവിച്ചു. എന്താണ് സ്ട്രക്ചർ, ഫംഗ്ഷൻ, സർവീസ്, റിക്രൂട്ട്മെന്റ്, കമാൻഡ് അറേഞ്ച്മെന്റ്, എങ്ങനെയാണ് ഈ ഫോഴ്സ് ഉണ്ടാവുക, ഇത് എന്ത് ചെയ്യും, എല്ലാം സ്റ്റേറ്റ് ആണ് SDRFിൽ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ SDRF ഇസ് നോട്ട് ദ ഫസ്റ്റ് റെസ്പോണ്ടർ. അതും ആദ്യം മനസ്സിലാക്കുക. SDRF കനോട്ട് ബി ദ ഫസ്റ്റ് റെസ്പോണ്ടർ. എപ്പോഴും അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ഹെൽത്ത് വർക്കേഴ്സ്, ലോക്കൽ ബോഡി, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഒരു ഇഷ്യൂ വന്ന് ആദ്യം ചെയ്യുക. വയനാട് ലാൻഡ്സ്ലൈഡ് ഉണ്ടായപ്പോൾ SDRFിന് വേണ്ടി കാത്തിരിക്കുകയൊന്നുമില്ല. SDRFിൽ ഇവൻച്വലി NDRF വേണമെങ്കിലും വരും. സോ അതൊരു സ്പെഷ്യലൈസ്ഡ് റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇത് SDRF UP ആണ്. മഹാകുംഭിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഒത്തിരി എഫേർട്ട് എടുത്ത ഒരു ഫോഴ്സ് ആണ് SDRF എല്ലാ സ്റ്റേറ്റ്സിലും ഉള്ളതിൽ. സോ ഈ ഫണ്ടും ഇതിനകത്ത് തന്നെ വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം, SDRF ഫണ്ട് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ബൈ ദ ഫിനാൻസ് കമ്മീഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ട്. 48A ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അനുസരിച്ചിട്ട് ഡിസാസ്റ്ററിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ടുണ്ട്. ഇത് ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫണ്ട് അങ്ങനെ തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. SDRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അങ്ങനെ റുട്ടീൻ ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻഡിച്ചറിനോ സാലറിക്കോ ഇവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനോ റീകൺസ്ട്രക്ഷനോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനോ ഡെവലപ്മെന്റ് വർക്ക്സിനോ അല്ലെങ്കിൽ ഇതിനകത്ത് ബന്ധമില്ലാത്ത ഒരു വർക്കിനും ഉപയോഗിക്കാൻ പാടില്ല ഈ SDRF. അതിൻ്റെ ഡിസാസ്റ്റർ റിലേറ്റഡ് കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ ഫിനാൻസ് കമ്മീഷന്റെ ഇമ്പോർട്ടൻസും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മേക്സ് ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. Differentiate between the NDRF and the SDRF. How their coordination improved disaster response in India. So you have to compare both the NDRF and SDRF. ഇവിടെ ഫോഴ്സ് ആണ്, ഫണ്ട് അല്ല. ഇത് NDRF എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് ഫണ്ടാണ്, സെൻട്രലൈസ്ഡ് ഫോഴ്സ് ആണ്, ബറ്റാലിയൻ ആണ്, CRPF, ഒരുപാട് ആൾക്കാരൊന്ന് പൂൾ ചെയ്യാൻ പറ്റും. സോ മൊത്തത്തിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് ഇതിനകത്ത് എഴുതാൻ പറ്റണം. So that's it, and do subscribe to IAS Factor channel. നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. അടുത്ത PIB സമ്മറിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. Do give me your comments and how do you feel about this session. Any suggestions, I'll actually work on it. Thank you so much.